നിക്കരാഗ്വയിലെ റേഡിയോ മരിയയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. യാതൊരു കാരണവുമില്ലാതെയാണ് ബാങ്ക് തങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതെന്ന് സ്റ്റേഷന്റെ ജനറൽ കോർഡിനേറ്റർ റോജർ മുങ്കിയ പറഞ്ഞു. ആദ്യം വിശദീകരണമൊന്നും തരാതിരുന്ന ബാങ്ക് കാലികമായ രേഖകളുടെ അഭാവം മൂലമാണ് തീരുമാനമെന്ന് പിന്നീട് അറിയിച്ചു. എന്നിരുന്നാലും റേഡിയോയിലൂടെയുള്ള തങ്ങളുടെ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് റേഡിയോ മരിയയുടെ അധികൃതർ. ഒർട്ടേഗ ഭരണകൂടത്തിന്റെ കീഴിൽ കത്തോലിക്ക സഭ വലിയ അടിച്ചമർത്തലുകളാണ് അനുഭവിക്കുന്നത്. റേഡിയോ മരിയയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തതും അത്തരം അടിച്ചമർത്തലുകളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. സിഡ്നിയിലെ ഒരു ഷോപ്പിംഗ് സെന്ററിൽ 40-കാരനായ യുവാവ് ഒരു കത്തി ഉപയോഗിച്ച് 6 പേരെ കൊല്ലുകയും 9 മാസം പ്രായമുള്ള കുട്ടി ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ. മാർപ്പാപ്പയെ പ്രതിനിധീകരിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിന് അയച്ച ടെലിഗ്രാം സന്ദേശത്തിലാണ് പാപ്പ തന്റെ ദുഃഖം രേഖപ്പെടുത്തുകയും ഇരകളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത്. മതസാഹോദര്യം ക്രൈസ്തവ മൂല്യമാണെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പബ്ലാനി അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചില പ്രസ്ഥാനങ്ങൾ സുവിശേഷ മൂല്യങ്ങളെ ഹൈജാക്ക് ചെയ്ത് അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് മാർ പബ്ലാനി പറഞ്ഞു. ഇതര മതവിഭാഗങ്ങളുമായി സാഹോദര്യവും സൗഹൃദവും പുലർത്തിക്കൊണ്ട് വേണം സാമുദായിക ശാക്തീകരണം ഉറപ്പാക്കേണ്ടത്. ഇതര മതസ്ഥരെയും അവരുടെ വിശ്വാസത്തെയും ബഹുമാനത്തോടെയാണ് ക്രൈസ്തവ സഭ കാണുന്നത്, മാർ ജോസഫ് പബ്ലാനി കൂട്ടിച്ചേർത്തു. പോളണ്ടിൽ ജീവന്റെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ആഹ്വാനവുമായി നടന്ന മാർച്ച് ഫോർ ലൈഫിൽ 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. ഞായറാഴ്ച നടന്ന റാലിയിൽ പങ്കെടുത്തവരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തത് മാർച്ചിന്റെ വക്താവ് ലിഡിയ സാങ്കോസ് ക്രാക്സ്ബുക്ക് ആണ്. ഗർഭചിത്രം അംഗീകരിക്കാൻ ശ്രമിക്കുന്ന ചില നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ നിയമനിർമ്മാണ സഭയിൽ ഉയർന്നു വന്നതിനെ തുടർന്നാണ് മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിച്ചത്. പോളണ്ട് വിശ്വാസത്തിലേക്ക് വന്നതിന്റെ 1058-ാം വാർഷികത്തിലും പോളിഷ് പാർലമെന്റ് മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിക്കുന്നതിന് അനുമതി നൽകിയതിന്റെ 5-ാം വാർഷികത്തിലുമാണ് ഈ മാർച്ച് ഫോർ ലൈഫ് നടത്തപ്പെട്ടത് എന്നതും ശ്രദ്ധേയമായിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.